നമുക്ക് അടുത്ത അതിഥി കൂടി കലാരവത്തിലേക്ക് വന്നിട്ടുണ്ട്. സാറേ പേരെങ്ങനെയാണ്? പട്ടം സനിത്ത്, ചലച്ചിത്ര പിന്നണി ഗായകനാണ്, ബാങ്ക് മാനേജറുമാണ്. അതാണ് അതിന്റെ ഈ കണക്കും പാട്ടും എങ്ങനെ ഒരുമിച്ച്? അക്കൗണ്ടുള്ള ബാങ്കാണ്. അല്ല, കണക്കും പാട്ടും ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകുന്നു? കുഴപ്പമില്ല, കണക്കും പാട്ടും ഇപ്പം വർഷങ്ങളായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കൊച്ചുനാളോട്ടെ പാടും. ബാലകലോത്സവം മുതൽ ബാലകലോത്സവം മുതൽ 89 സംസ്ഥാന യുവജനോത്സവം വരെ പങ്കെടുത്തിട്ടുണ്ട്. 89 സംസ്ഥാന യുവജനോത്സവത്തിൽ 1ാം സ്ഥാനമായിരുന്നു. ജി ദേവരാജൻ മാഷിന്റെ ശിഷ്യനാണ്. ONV കുറുപ്പ് സാർ എഴുതി ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകിയ ഗാനത്തിനാണ് എനിക്ക് 1ാം സ്ഥാനം ലഭിച്ചത്. ഞാനത് പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബാലകലോത്സവം യുവജനോത്സവം അങ്ങനെ ബാലകലോത്സവം യുവജനോത്സവം അന്ന് ചെറിയ കുട്ടികൾക്ക് വരെ പങ്കെടുക്കാം, 1ാം ക്ലാസ് മുതലുള്ളവർക്ക് പങ്കെടുക്കാം. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമുക്ക് പാടാലോ അല്ലേ? അതാ അന്ന് ഈ വേദികളിലേക്ക് എത്തിയതിന്റെ ഒരു ഓർമ്മയിലാണോ ഇന്നും ഇവിടെ എത്തിയത്? തീർച്ചയായും. ഞാൻ 3ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട്, അന്ന് അക്കാഡമിക് കൗൺസിലാണ് ആദ്യം നടത്തുന്നത്. അത് കഴിഞ്ഞ് അതിലേക്ക് പാസ്സായി, സബ് ജില്ലയൊക്കെ പാസ്സായിട്ടാണ് ജില്ലാ കലോത്സവത്തിലൊക്കെ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഹൈസ്കൂൾ ആകുമ്പോഴാണ്, അന്ന് യൂത്ത് ഫെസ്റ്റിവലായിരുന്നു, ഇന്ന് കലോത്സവമാണ്. അതെ. പിന്നെ ഇന്നത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഭയങ്കര ജനപങ്കാളിത്തമാണ്. നമ്മളെന്നാ പഠിക്കുമ്പോൾ ആ സ്കൂളിലെ ടീച്ചർമാരും ബാക്കി ഈ മത്സരത്തിന് പറഞ്ഞ കുട്ടികളെ കണ്ടിട്ടുള്ളൂ. മാധ്യമ പങ്കാളിത്തവും ഇന്ന് ഒരുപാട്, മാധ്യമ പങ്കാളിത്തം ഇന്ന് വളരെ കൂടുതലാണ്. കാരണം എനിക്ക് തോന്നുന്നു, എനിക്ക് സ്കൂൾ യുവജനോത്സവത്തിന് 1ാം സ്ഥാനം കിട്ടിയോണ്ടാണ് എനിക്ക് ദൂരദർശനിൽ. പക്ഷേ ഈ കഥ കേൾക്കുന്നതിനേക്കാൾ ആൾക്കാർക്ക് പാട്ട് കേൾക്കാൻ വേണ്ടിയല്ലേ പ്രേക്ഷകർ ഇപ്പം പാടിക്കൂ എന്നായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പാട്ടിലേക്ക് കിടന്നാലോ? ഓക്കെ. സാറിന് ഇഷ്ടമുള്ളൊരു പാട്ട്, അല്ലെങ്കിൽ പുതിയ പാട്ടാണോ പഴയത് പാട്ടാണോ, ഒരു അടിപൊളി സിനിമ പാട്ട്? ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാട്ടു ശാരദ നീലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഇതെന്റെ മാഷ് സംഗീതം ചെയ്ത ഗാനമാണ്. ഒരുപാട് സന്തോഷം സാറേ, ഒപ്പം ചേർന്നതിന്. ഇങ്ങനെ 2 വരി നമ്മുടെ പ്രേക്ഷകർക്കായി പാടിയതിനും ഒരുപാട് നന്ദി, കണ്ടതിലും ഒരുപാട് സന്തോഷം. അപ്പൊ ഈ കണക്കും പാട്ടൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഇനിയും കുറെ കാലം അല്ലേ അങ്ങനെ മുന്നോട്ട് പോട്ടെ. ആശംസകളും.